ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് പാസ്ത തയ്യാറാക്കി എടുത്താലോ. നമ്മളിതിൽ ടൊമാറ്റോ സോസ്, സോയ സോസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം. നമുക്കതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പാസ്ത ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അത് അടുപ്പി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കിനും അത് വെന്ത് കിട്ടും. നമ്മളൊരു തവിയിലേക്ക് കോരി എടുത്തിട്ട് നോക്കുക, അത് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കണ്ണോപ്പയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. അന്നേരം അതിൻ്റെ വെള്ളമെല്ലാം ഊറിപ്പോകും. ഇനി നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണെന്ന് നോക്കിയാലോ. ഒരു 2 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, വെളുത്തുള്ളി. നമ്മൾ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. അടുപ്പ് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിവിടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഈ തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതോടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ആ മുളക് പൊടിയും ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിയുണ്ട്, അതും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് പെരുംജീരകം കൂടെ പൊടിച്ചതൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. വളരെ ടേസ്റ്റിയും വളരെ രുചികരവുമായ പാസ്ത നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ടൊമാറ്റോ സോസും സോയ സോസും ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതൊന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ വന്നിരിക്കുമ്പോൾ വിശന്ന് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കാം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മോൾക്ക് ഞാനത് കുറച്ച് കൊടുത്തു കേട്ടോ. അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞത് അമ്മ നന്നായിട്ടുണ്ട്, നല്ലതാണ്, നല്ല ടേസ്റ്റാണെന്ന് അവൾ പറഞ്ഞത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എനിക്ക് സപ്പോർട്ട് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.